ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ അനദർ വ്ളോഗ്. നാട്ടിൽ എത്തിയിട്ട് ഞാൻ കുറേ വീഡിയോസ് എടുത്തു, ബട്ട് ഒന്നും ഓർഡറിലല്ലായിരുന്നു. അതൊക്കെ എനിക്ക് അറിയത്തില്ല എങ്ങനെ ഇടണ്ടേന്നൊന്നും. ഇപ്പോൾ ഈ വീഡിയോ ഞാൻ ഓർഡറിൽ എടുക്കുന്നുണ്ട്. ഇതെന്താന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട് ഫെബ, നിങ്ങൾ എൻ്റെ വേറെ കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാവും. അവളുടെ കല്യാണമാണ്. അപ്പോൾ അവളുടെ കല്യാണത്തിന് നമ്മൾ പത്തനംതിട്ടയ്ക്ക് പോയിക്കൊണ്ടിരിക്കുക. തൃശ്ശൂരിൽ നിന്ന് ഓൾമോസ്റ്റ് 4.5 hours ഉണ്ട്. ഞങ്ങളെല്ലാവരും വെള്ളം ഇട്ടിട്ട് ഇറങ്ങി നോക്കണേ. എൻ്റെ അമ്മയുണ്ട്, ഇത് പൊന്നു മാമന്റെ മോള് ഇപ്പുറത്തെ എന്റെ പെങ്ങള് ലച്ചു. അച്ഛൻ പെട്രോൾ അടിക്കാൻ ഇറങ്ങി നോക്കാം. അതെ, ഗൂഗിൾ മാപ്സ് നോക്കി പോയ കാരണം തോന്നുന്നു ഫുള്ള് ഷോർട്ട് കട്ട്സ് വഴിയാട്ടോ പോയിക്കൊണ്ടിരുന്നത്. മെയിൻ ഹൈവേ ഒന്നും എടുത്തില്ല. അത് കഴിഞ്ഞ് ഞങ്ങളൊരു ഫുഡ് കഴിക്കാൻ ഇറങ്ങി. ഫുഡ് കഴിച്ചത് പിന്നെ അമ്മയെ വണ്ടി എടുത്ത്. അമ്മയ്ക്ക് ബാക്കിലിരുന്ന് ചെറുതായിട്ട് തലകറക്കുണ്ടായിരുന്നു. അമ്മ ഒന്ന് ഓക്കെ ആവണ ഒരു അമ്മയെ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത്. സ്ഥലത്തിട്ടോ ഗൈസ്, ഞങ്ങളവിടെ എത്തിയപ്പോഴേക്കും കല്യാണം കഴിഞ്ഞു ഗൈസ്. പിന്നെ ഫുഡ് കഴിക്കൽ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ നേരെ കയറി ഫോട്ടോ എടുത്തു. ടിസനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഫെബ അവിടെ 4 വർഷമായിട്ട് അറിയാം. ടിസൻ UK അപ്പോൾ അവനെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഫെബയുടെ പാരൻസിനെ പരിചയപ്പെടുത്തി, അവരോട് സംസാരിച്ചിരുന്നു. പിന്നെ ഇവളായാലും പെട്ടെന്ന് എൻ്റെ പോലെ തന്നെ 3 ആഴ്ചയ്ക്ക് വരുന്നതാണ്. അവൾ കല്യാണം കഴിച്ചത് ഇപ്പോൾ 2 ആഴ്ച കഴിഞ്ഞാൽ അവൾ ഓടും. ഞാനും 4 ദിവസം കഴിഞ്ഞാൽ പോവാണ്. ബൈ ദ വേ അവർ പിന്നെ അവരുടെ ഫോട്ടോഷൂട്ട്സും ഡ്രസ്സ് മാറി വന്നപ്പോഴേക്കും അത്യാവശ്യം ടൈമായിട്ടോ. അപ്പം ഞങ്ങൾ പിന്നെ അവരോട് ബൈ പറഞ്ഞ് ഒരു ഫോട്ടോയും കൂടി എടുത്ത് കൊച്ചിക്ക് തിരിച്ചിറങ്ങി. അവിടെ നിന്ന് പിന്നെ ഡയറക്റ്റ് കൊച്ചിക്ക് തിരിച്ചിറങ്ങി. അപ്പോൾ ഒരു 2.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ടായിരുന്നു കൊച്ചിയിലേക്ക്. അത് കഴിഞ്ഞ് പാപ്പൻ്റെ വീട്ടിലെത്തിയപ്പോഴേക്കും രാത്രിയായി. പിന്നെ ഞങ്ങൾ രാത്രി അവിടുത്തെ ബ്രോഡ്വേയിലേക്ക് നടക്കാൻ ഇറങ്ങി കേട്ടോ. ടൈം ഓൾമോസ്റ്റ് എത്ര? 11:33. ഞാൻ ഭയങ്കര സർപ്രൈസ്ഡ് ആയി പോയിട്ടോ. കൊച്ചിയിൽ ഇത്ര ആക്റ്റീവ് നൈറ്റ് ലൈഫായെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. കാരണം നല്ല തിരക്കുണ്ടായിരുന്നു. അത്യാവശ്യം കുറേ കപ്പിൾസും ഫാമിലിയും ഒക്കെ അവിടെ വന്ന് ഷേക്സും ഐസ്ക്രീമും ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടുത്തെ നൈറ്റ് മാർക്കറ്റിലേക്ക് വന്ന് നോക്കാണ് ഗൈസ്. രാത്രി ഓൾമോസ്റ്റ് 12 മണി കഴിഞ്ഞു. കടകളൊക്കെ തുറന്നിട്ടുണ്ട്. ആ അത് കഴിഞ്ഞ് ഡയറക്റ്റ്ലി നമ്മൾ പെനി ക്യാൻഡിയെ പോയിട്ടു. ദച്ചാബി പറഞ്ഞിട്ട് അവിടെ പോയിട്ട് എല്ലാവരും 1-2 പോപ്സിക്കൽ വെച്ച് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ അവിടെ കുറേ നേരം സംസാരിച്ചിരുന്ന് ഫോട്ടോസൊക്കെ എടുത്ത്. പിന്നെ ഇത് കാണാനാണ് എൻ്റെ പാപ്പൻ, അച്ഛൻ്റെ അനിയൻ. പിന്നെ നമ്മൾ ഡയറക്റ്റ് വീട്ടിലേക്ക് ഇറങ്ങി ഡ്രൈവ് ചെയ്തു. ഒരു 1 മണിയാകുമ്പോഴേക്ക് എത്തി. വണ്ടർലയിലേക്ക് ഇറങ്ങിയിട്ടാണ് എല്ലാവരും. വണ്ടർലാണ് പൊന്നു, ലച്ചു, എൻ്റെ അമ്മ. വണ്ടർലെത്തി ഗൈസ്. ആണ് പാപ്പൻ്റെ. ഇവിടെ വന്ന് ഒരു നല്ല ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടോ. ഇവിടെ പാപ്പൻ പാർക്ക് ചെയ്തു. പാപ്പൻ ഫോർവേഡ് പാർക്ക് ചെയ്തു. അപ്പോൾ കണ്ടുന്ന സെക്യൂരിറ്റികൾ എന്തോ ചെയ്യണേന്നുള്ള രീതിയിൽ ചോദിച്ചേ. ആള് പറഞ്ഞു തരല്ലേ ചെയ്യണ്ടേ, ലൈക്ക് റിവേഴ്സ് പാർക്ക് ചെയ്യും, ഫോർവേഡ് പാർക്കല്ല ചെയ്യണ്ടേ, അങ്ങനെ പറഞ്ഞല്ല ചെയ്തത്. ഇയാളൊരു എക്സ്പ്രഷനൊക്കെ ഇട്ടിട്ട് എന്ത് തേങ്ങ കാണിക്കണമെന്നുള്ള രീതിയിലാണ് കാണിച്ചു ഉടനെ. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് അവരുമായിട്ടൊന്ന് സംസാരിച്ചു, ഒന്ന് ഉരസി. ആൾ ഹിന്ദിക്കാരനായ കാരണമാണ്. പക്ഷെ ആളൊരു ലൈക്ക് ഇവിടെ എത്ര വലിയൊരു സ്ഥാപനമായിട്ട് ഇന്ന് മര്യാദയ്ക്ക് സെക്യൂരിറ്റീനെ പോലും ട്രെയിൻ ചെയ്യാൻ പറ്റാത്ത, അത് ശരിയല്ല. ഇത്ര ഫോറിനൊക്കെ ആൾക്കാർ വരുന്നതല്ലേ, എത്ര ഫേമസ് അത്. വന്ന് കയറിയത് ഇങ്ങനൊരു ഇൻസിഡൻറ്റ് നടന്നു. എന്തായാലും ഞാൻ എൻ്റെ വീഡിയോയിൽ ഇടുന്നു വിചാരിച്ച. കുറേ എടുക്കുന്നു. പാപ്പൻ്റെ കുരങ്ങിൻ്റെ അടുത്ത് പോയിരുന്നു. 2 കുരങ്ങായിരുന്നു. ലോക്കർ റൂമിൻ്റെ കീ ഇതൊരു RFID ആണ്. ഇത് സ്കാൻ ചെയ്താലാണ് ലോക്കർ യൂസ് ചെയ്യാൻ പറ്റുക. എൻ്റെ ബാങ്കിൽ ഇട്ടുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ 3D ഷോ കാണാൻ പോവാണേ. പാപ്പച്ചി ഗൈസ് 4DX അടിപൊളിയായിരുന്നു. അടിപൊളി ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല.
അത്രയൊന്നും ഇല്ല കേട്ടോ. നമ്മള് റോളർ കോസ്റ്ററിൽ നോക്കാണ്. അയ്യോ പട്ടാളക്കാരന് പേടിയുണ്ടോ? പട്ടാളക്കാരൻ ചെറിയൊരു പേടി. നീ കാലൊന്ന് കാണിച്ചതേ വിറക്കിനെ. നമുക്കിതൊന്നും ഒന്നുമല്ല ഗൈസ്. സിമ്പിൾ. എന്റെ വീഡിയോ എന്തായാലും റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം എന്റെ ഫോൺ അവിടെ കൊടുക്കണം. പക്ഷെ എന്നാലും ഇതൊക്കെ നമ്മൾക്ക് ഈസി. കൈവിട്ട് ഇപ്പൊ ബാക്കിൽ കേൾക്കണ ഒച്ചില്ലേ, അത് പൊന്നു കിടന്ന് കരയണാണ്. ഞാൻ ഇപ്പൊ പൊന്നൊരു വീഡിയോ പ്ലേ ചെയ്യാം. എൻ്റെ പെങ്ങളെ പിന്നെ സമ്മതിക്കും കേട്ടോ. അവൾക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, അവള് ഫുൾ എൻജോയ് ചെയ്തുകൊണ്ടിരുന്നു. ഞാനൊക്കെ ഭയങ്കര ഒളിയായിരുന്നു കേട്ടോ. പക്ഷെ എൻ്റെ ഫ്രണ്ടിൽ ക്യാമറ ഉണ്ടായിരുന്നില്ല, കാരണം റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. പൊന്നു കരച്ചിലായിട്ടോ, പൊന്നു കരഞ്ഞു. ആയിട്ട് തല ഇറങ്ങി, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കണ്ടിട്ട് പേടിയാ. പിന്നെ ഉള്ളതൊക്കെ പിന്നെ വാട്ടർ റൈഡ്സിൽ കയറി. നമ്മൾ റോളർ കോസ്റ്റർ കഴിഞ്ഞ് കുറേ ഡ്രൈ റൈഡ്സ് ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് വാട്ടർ റൈഡ്സ് ചെയ്ത്. വാട്ടർ റൈഡ്സ് എല്ലാം റെക്കോർഡൊന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ നാട്ടിലെത്തിയിട്ട് ഓട്ടം തന്നെ ഓട്ടമായിരുന്നു. അതിൻ്റെ ഇടയിൽ വണ്ടർല വന്നത് വർത്തിട്ടായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ ലാസ്റ്റായിട്ട് നമ്മൾ റെയിൻ ഡാൻസിൽ പോയി കുറേ നേരം തുള്ളി. അത് കഴിഞ്ഞ് നമ്മൾ വണ്ടർല എടുത്ത് പോയി പറഞ്ഞേ. ഞങ്ങളുടെ വണ്ടർല അഡ്വഞ്ചർ ഇവിടെ തീർന്നിരിക്കുന്നു. കൂടുതൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, വാട്ടർ റൈഡ്സ് ആയപ്പോൾ ഫോണൊക്കെ ഞങ്ങൾ മാറ്റി വെച്ചു. ലച്ചും പൊന്നു ആദ്യമായിട്ട് ബോഡി കോൺ ഇടണം കേട്ടോ. വിട്ട് നമ്മളിപ്പോൾ ഒരു ബാർ ഹോട്ടലിലേക്ക് വരണേ. ഇവിടെ 1947 എന്നാണ് ഈ ബാർ ഹോട്ടലിൻ്റെ പേര്. എന്താ പാപ്പ ഇവിടേക്ക് കൊണ്ടുവന്ന പാപ്പ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണ്? 1947 എന്ന് പറയണേ. ഈ 1947 എന്ന് പറയുന്ന പേരിന് ഈ ഹോട്ടൽ ജസ്റ്റിസ് തരുന്നുണ്ട് കേട്ടോ. ഇവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ നല്ല രീതിയിൽ ഒരു ഡെക്കറേഷനിലൊക്കെ ഇൻഡിപെൻഡൻസിനെ കുറിച്ചിട്ട് തന്നെയാണ് കാണിക്കുന്നത്. നമ്മുടെ ഡണ്ടി മാർച്ചും പിന്നെ പരംവീർ ചക്രയൊക്കെ കിട്ടിയിട്ടുള്ള ആൾക്കാരും എല്ലാവരുടെയും ഫോട്ടോസ് അതൊക്കെ വെച്ചിട്ടുണ്ട്. റെസ്റ്റോറൻറ്റ് ഉള്ളിൽ നല്ല ഫാൻസിയാണ്. ഇതിൽ ഡൈനിങ് ടേബിളിൻ്റെ അടിയിൽ തന്നെ കുറേ ആർട്ട് വർക്ക്സ് ഉണ്ടായിരുന്നു. അതൊക്കെ ഈ 1947 ഇൻഡിപെൻഡൻസിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ്. പിന്നെ അത്യാവശ്യം ഒരാൾ പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു. നല്ല നല്ല വൈബായിരുന്നു. ഇതാണ് ദച്ചാപ്പി കേട്ടോ. ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. പാപ്പൻ്റെ മോൻ അതാണ് എൻ്റെ പെങ്ങൾ. ഇതാണ് പൊന്നുപ്പൂ. ഇതാണ് പൊന്നു, എൻ്റെ പെങ്ങളാ. ഈ ഡ്രിങ്കൊക്കെ കോംപ്ലിമെൻ്ററി ആയിരുന്നേ. അത് കഴിഞ്ഞ് നമ്മൾ മെയിനായിട്ട് ഓർഡർ ചെയ്തത് മറ്റേ പൊറോട്ടയും ബീഫ് കാന്താരി, പിന്നെ കാന്താരി ചിക്കൻ, പിന്നെ ബിരിയാണി, ഫ്രൈഡ് റൈസൊക്കെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം എല്ലാം അടിപൊളിയായിരുന്നു. എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു. ഞാൻ എല്ലാം ട്രൈ ചെയ്തു. എനിക്ക് എല്ലാ ഫുഡും ഇഷ്ടപ്പെട്ടു.
ഇപ്പം അടിച്ച ബെല്ല് എന്താണെന്നറിയോ? ഇവിടുത്തെ കഴിച്ച ഫുഡ് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇവിടുത്തെ ബെല്ലടിക്കാനാണ് അവർ പറയുന്നത്. അത് ഭയങ്കര നല്ല ഫുഡായിരുന്നു, അടിപൊളി ഫുഡായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് വെരി ഗുഡ് ഫുഡ്. ഇതാട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പരംവീർ ചക്ര കിട്ടിയ ജവാൻസിൻ്റെ സോൾജേഴ്സിൻ്റെ ഷോക്കേസ്. അതിൽ നമ്മൾ ഷേർഷാ സിനിമയിൽ കണ്ട ആളുടെ ഉണ്ടായിരുന്നു കേട്ടോ. വണ്ടർല കഴിഞ്ഞ് ഫുഡ് അടിച്ച് എല്ലാവരും ടയേർഡായിരുന്നു. അപ്പോൾ തിരിച്ച് പോണ വഴിക്ക് ഞാൻ ലച്ചുവിന് പ്രോമിസ് കൊടുത്തിട്ടുണ്ടായിരുന്നു മിനിസോ പോകണമെന്ന്. അപ്പോൾ അവളെ മിനിസോക്ക് കൊണ്ടുപോകാൻ വേണ്ടി എല്ലാവരും കൂടി ഫോറം മോളിലേക്ക് പോയി കൊച്ചി. നമ്മളിപ്പോൾ ഫോറം മോളിൽ തിരികെയാണ്. ഫോറം മോൾ ലുലു മോളിൻ്റെ അത്ര വലിയ സംഭവം ഒന്നുമല്ല, എന്നാലും ഞാൻ മിനിസോയിലേക്ക് ലച്ചുവിനെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മിനിസോയിലേക്ക് വന്നതാണിത്. ഇനി ഞാൻ അടുത്ത ആഴ്ച പോവുക. അപ്പോൾ ഞാൻ ബൈ ദ വേ 22 ടിക്കറ്റ് എടുത്ത് തിരിച്ച് പോകാനുള്ളത്. January 13 ഇനീഷ്യലി. ആ പൈസയൊക്കെ പോയി, ടിക്കറ്റ് ക്യാൻസൽ ചെയ്തു. എനിക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചെത്തണം സാഡ്ലി. അപ്പോൾ ആഫ്റ്റർ 5 days ഐ വിൽ ബി ലീവിങ്. അച്ഛൻ വന്നില്ല, അച്ഛൻ വണ്ടിയിൽ തന്നെ കിടന്ന് ഉറങ്ങി. ഞാനമ്മ പൊന്നു ലച്ചു തച്ചാപ്പി ഞങ്ങൾ 4 പേരാ വന്നത്. ഈ സ്ഥലത്തേക്കാണ് ദീ പിശാശ് കൊണ്ടുപോകണേ. അവിടെ എന്ത് തേങ്ങ ഉണ്ടായിട്ടാന്ന് എനിക്കറിയത്തില്ല, എനിക്ക് ഒന്നും ഒട്ടും ഇഷ്ടപ്പെട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇവളിങ്ങനെ പട്ടി ഇറച്ചി കിട്ടിയ പോലെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ നമ്മളൊരു സ്പോഞ്ച് പോഗി കണ്ണ സ്പോഞ്ച് പോഗിനും പിന്നെ സ്പോഞ്ച് ബോബിനും പിന്നെ അമ്മയ്ക്കൊരു ബാഗും പിന്നെ എന്തൊക്കെയോ വാങ്ങിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞ് നമ്മൾ മുകളിൽ ഫുഡ് കോർട്ടിൽ പോയി. അവിടെ പോയിട്ട് നമ്മൾ കൂടുതലൊന്നും വാങ്ങിച്ച് കഴിച്ചില്ല. ഐസ്ക്രീമും ഷേക്കും ഒക്കെ കുടിച്ച് എന്തായാലും ഫുഡ് കോർട്ടിൽ വന്നതല്ലേ. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഡയറക്റ്റ് പിന്നെ പാപ്പൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വിട്ടോ. ഹലോ ഗൈസ്, ഇന്നലെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇന്നലെ ലുലു മാളിൽ പോയി. ലുലു മാളിൽ എന്താ ഫോറം മാളിൽ പോയി പൊന്നുവിൻ്റെ ജീവിതാഭിലാഷമായ ബോഡിക്കോൺ ഡ്രസ്സൊക്കെ ഇട്ട് പൊന്നു നടന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം ഇവിടെ തീർന്നു. എല്ലാവരും അടിച്ചു പൊളിച്ചു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. വെറുതെ വണ്ടർല വരെ വന്നു, വെറുതെ അല്ല വണ്ടർല വരെ വന്നു. ഇവിടെ വന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പ്രത്യേകിച്ച് അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനു വേണ്ടി വന്നു, അടിച്ചു പൊളിച്ചു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? യെസ് യെസ്. അപ്പോൾ ഇനി അടുത്ത ആഴ്ച അല്ല, ഇനി 5 ദിവസത്തിൽ ഞാൻ ഇറങ്ങാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കണ്ടുവരെ ബൈ ബൈ.